നെന്മാറ പോത്തുണ്ടി എന്ന കൊച്ചു ഗ്രാമം 2019 വരെ അയൽവാസികളെല്ലാം സ്നേഹത്തിലും സാഹോദര്യത്തിലും കഴിഞ്ഞിരുന്ന നാട്. എന്നാൽ ചെന്താമര എന്ന ഒരു സൈക്കോപാത്താണ് ഈ പ്രദേശം വെറുപ്പിന്റെ നാടാക്കി മാറ്റിയത്. 2019 നടത്തിയ ആദ്യ കൊലപാതകം ഇപ്പോഴത്തേതിനും സമാനമായിരുന്നു. കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ ശേഷം വനം മേഖലയിലേക്ക് മുങ്ങിയ പ്രതി പിടിയിലായത് 5 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഇപ്പോൾ സുധാകരനെയും അമ്മയെയും ഇയാൾ കൊലപ്പെടുത്തിയതും രക്ഷപ്പെട്ടതും ആസൂത്രിതമെന്നാണ് പോലീസ് പറയുന്നത്. അതിനിടെ പ്രതിക്കെതിരെ മുൻപ് പരാതിപ്പെട്ടിരുന്നെങ്കിലും പോലീസ് ഗൗനിച്ചില്ലെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തി. ചെന്താമരയുടെ ഭാര്യ പിണങ്ങിപ്പോയതിന് കാരണം അയൽക്കാരാണെന്ന തെറ്റിദ്ധാരണയാണ് 3 പേരുടെയും കൊലപാതകത്തിന് കാരണമായത്. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ചെന്താമര 2 മാസം മുമ്പാണ് ജാമ്യത്തിലിറങ്ങിയത്. പ്രതി ജനങ്ങൾക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ ഒപ്പ് ശേഖരിച്ച് പോലീസിന് പരാതി നൽകിയിരുന്നു. എന്നാൽ ആ പരാതി പോലീസ് ഗവനിച്ചില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ നിന്ന് ഒപ്പിട്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അയാളൊന്നും ചെയ്തില്ലല്ലോ, അതിനുശേഷം അയാളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്നിട്ട് പേടിക്കണം എന്നൊക്കെ. അങ്ങനെയാണ് പോലീസുകാർ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ തന്നെ ഇയാൾ ജയിലിലേക്ക് കൊണ്ടുപോയപ്പോൾ ഞങ്ങൾ ഇച്ചിരി സമാധാനത്തിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ വീണ്ടും ഇയാൾ ജയിലിൽ നിന്ന് വന്ന ശേഷം ഈ 2-2.5 മാസം തൊട്ട് ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു. കാരണം ഇയാൾ തല താത്തി നടക്കും, ചിലപ്പോൾ മിണ്ടാൻ വരും, നമുക്ക് പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ എപ്പോഴെന്താ ആരെ ചെയ്യണമെന്ന് പോലും അയാൾക്ക് അറിയില്ല, അത്രയ്ക്കുള്ള മൈൻഡുള്ള ആൾക്കാരാണ്. ചെന്താമര സൈക്കോ ആണെന്നും പുതിയ വസ്ത്രമിട്ട് ആരെങ്കിലും അയാളുടെ വീടിന് മുമ്പിലൂടെ പോയാലോ വീട്ടിലേക്ക് നോക്കിയാലോ ഫോൺ ചെയ്താലോ പോലും ഇയാൾ അക്രമാസക്തനാകുമെന്നും നാട്ടുകാർ പറയുന്നു. സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുമ്പ് പരിസരവാസിയായ മറ്റൊരു സ്ത്രീയെയും ഇയാൾ കൊടുവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. അവൻ ഡിസംബറിൽ വന്നതാണ്. ഡിസംബറിൽ വന്ന ശേഷം ഇവർ നേര് വീട്ടിലെ ഉമ്മറത്തെ വീടാണ് ആ കുട്ടി. അവരിനൊക്കെ ഭീഷണിപ്പെടുത്തി ജെല്ലി കൂടി നോക്കിയൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആളെന്തായാലും ഭയങ്കര ഇതുള്ളവനാണ്, അവനെ വിടാനേ പാടില്ല. സൈക്കോ എന്ന് പറഞ്ഞാലും പോരാ, വല്ലാത്തൊരു സൈക്കിളും. അതായത് കുടുംബപരമായിട്ട് പുള്ളി മറ്റേ ഭാര്യയും മക്കളായിട്ട് യാതൊരു പ്രശ്നത്തോടു കൂടിയിട്ട് മാറി നിൽക്കുന്ന സമയത്ത് അപ്പം അങ്ങനെ ഈ പുള്ളിയായിട്ട് ഇവർ മറ്റുള്ളവർ സന്തോഷിക്കുന്നതാണ് പുള്ളിക്ക് അത് ഇഷ്ടമില്ലാത്ത ആ ഒരു സ്വഭാവക്കാരാണ് തോന്നുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു വൈരാഗ്യമാണ് തോന്നുന്നത് സംഭവം. ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചതെന്നും വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും നെന്മാറ MLA കെ ബാബു പറഞ്ഞു. 5 വർഷമായി ഇയാൾക്ക് പരോള് കിട്ടിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഒരു 3 മാസമായി ഇവിടെ തന്നെ ഉണ്ട്. ഇവൻ വന്നിടങ്ങളിലൊക്കെ പ്രത്യേകിച്ചിട്ട് ഈ ഞാൻ അവരെ കൊല്ലും, ഞാൻ ഇവരെ കൊല്ലുന്നു പൊതുവിൽ ഇങ്ങനെ പറഞ്ഞ് നടക്കാറുണ്ട്. പക്ഷേ ഇത്രയേറെ പകയുണ്ടെന്നും മനുഷ്യർ മനസ്സിലാക്കില്ല. ഈ സംബന്ധിച്ച് പോലീസിൽ ഒരു പരാതി കൊടുത്തിരുന്നു. പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവനെ വിളിച്ചു. അവനെ പിന്നെ വീഡിയോ ആണല്ലോ ഇപ്പോൾ ചോദ്യം ചെയ്യൽ. ആ നിലയ്ക്ക് ചോദ്യം ചെയ്ത് അവൻ ഇറങ്ങി വന്നാണ്. ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റ് സദ്യ കൊണ്ടുവരുന്നുള്ളതിന് ഒരു തർക്കമൊന്നുമില്ല. ചെന്താമരയുടെ ഭാര്യയും മകളും കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് പിണങ്ങിപ്പോയിരുന്നു. ഇതിന് കാരണം അയൽവാസികളാണെന്ന തരത്തിലായിരുന്നു ഇയാളുടെ പെരുമാറ്റം. ചെന്താമരയ്ക്കെതിരെ പരാതി നൽകിയപ്പോൾ ജയിൽ ശിക്ഷ കഴിഞ്ഞു വന്നയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു പോലീസിന്റെ മറുപടി. അതിനിടെ സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയുടെ വീട്ടിൽ നിന്നും വിഷക്കുപ്പി കണ്ടെത്തി. ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത്. ഇരട്ടക്കൊലപാതകത്തിന് ഉപയോഗിച്ച വെട്ടുകത്തിയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്.